ടൊവിനോ തോമസ് നായകനായി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത പള്ളിച്ചട്ടമ്പി തിയേറ്ററുകൾ അവധിക്കാല ചിത്രമായി എത്തിയിട്ടുണ്ട്. കേരളത്തിലെ വളരെ നിർണായകമായിട്ടുള്ള ചരിത്ര സംഭവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സിനിമയ്ക്കെതിരെ വിമർശനങ്ങളും ഉണ്ടാകുന്നുണ്ട്. ചിത്രത്തിന് കഥയെഴുതിയ സുരേഷ് ബാബുവാണ് നമുക്കൊപ്പം അതിഥിയായുള്ളത്. ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞു. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് സിനിമയായി പള്ളിച്ചട്ടമ്പി തിയേറ്ററിൽ എത്തുന്നത്. എങ്ങനെയുണ്ട്? ആദ്യം നമുക്ക് ഫീഡ്ബാക്കിനെ പറ്റി സംസാരിക്കാം. എങ്ങനെയുണ്ട് ഫീഡ്ബാക്ക്? തുടക്കത്തിൽ ആദ്യ ദിവസങ്ങളിലൊക്കെ നമ്മുടെ സിനിമ റിവ്യൂവേഴ്സിൻ്റെ ഒക്കെ ഭാഗത്തു നിന്ന് കുറച്ച് നെഗറ്റീവ് റിവ്യൂസൊക്കെ വന്നിരുന്നു. അത് സ്വാഭാവികമാണ്. കാരണം ഇത്തിരി പ്രകോപനപരമായ ചില വിഷയവും ഒക്കെ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകളൊക്കെ ഉണ്ടാവേണ്ടതുണ്ട് ഏത് കലാരൂപത്തെ സംബന്ധിച്ചും. പക്ഷേ അതിനുശേഷം ഇപ്പോൾ അന്ന് മുതൽ തന്നെ തിയേറ്ററിൽ നിറഞ്ഞ സിനിമ ഓടുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ തിയേറ്ററിൽ കളക്ഷനും ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഈ ചിത്രത്തിന്റെ രാഷ്ട്രീയം അങ്ങ് പറഞ്ഞ പോലെ ചിത്രം സംസാരിക്കുന്നത് എന്താണോ അതിനെ ചൊല്ലിയാണ് ഈ പ്രധാനമായിട്ടും ആദ്യഘട്ടത്തിൽ നമ്മൾ സാധാരണ യൂട്യൂബേഴ്സിനെ മാറ്റി നിർത്തി അല്ലാണ്ട് ഉണ്ടാവുന്ന ഇപ്പോഴത്തെ ഉയർന്നു വരുന്ന റിവ്യൂസ് ഒക്കെ അതിനെ പറ്റിയാണ്. അതായത് ചരിത്രം ഏതെങ്കിലും തരത്തിൽ ചരിത്രത്തെ വെള്ളപൂശാനുള്ള വിമോചന സമരത്തെ പറ്റിയാണ് സിനിമ സംസാരിക്കുന്നതെന്ന് നമുക്ക് ട്രെയിലർ കാണുമ്പോഴേ മനസ്സിലാവും. പക്ഷെ കണ്ടിറങ്ങുമ്പോൾ എങ്ങനെയാണ് വിമോചന സമരത്തെ കേരള രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തുന്നത്, അതിനെ ഏത് തരത്തിൽ അവതരിപ്പിക്കാനാണ് സിനിമ ശ്രമിച്ചതെന്നുള്ളതാണ് വിവാദങ്ങളിലേക്ക് എത്തുന്നതെന്ന് തോന്നുന്നു, അല്ലേ? അതെ. അതായത് ഇപ്പോൾ നമ്മൾ വിമോചന സമരത്തിൻ്റെ ഒരു നേർസാക്ഷ്യം അവതരിപ്പിക്കുക എന്നതായിരുന്നില്ല ശരിക്കും ഞങ്ങളുടെ ഈ ഒരു സിനിമയുടെ ലക്ഷ്യം. നമ്മുടെ ഒരു മുഖ്യധാര സിനിമയിൽ ഇതുവരെ ചർച്ച ചെയ്യപ്പെടാത്ത എനിക്കൊന്ന് ഒരു ഏതെങ്കിലും സമാന്തര സിനിമകൾ ഒക്കെ വിമോചന സമരം പശ്ചാത്തലമായി വന്നിട്ടുണ്ടെങ്കിലും ഒരു മുഖ്യധാര സിനിമയിൽ വിമോചന സമരം പ്രമേയമാകുന്നത് ഇതാദ്യമാണ്. ശരിക്കും നമ്മൾ ഈ വിമോചന സമരത്തിൻ്റെ പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് കുറച്ചും കൂടി വലിയൊരു കഥയാണ്. ശരിക്കും ഇതിനകത്ത് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന ഈ സിനിമയുടെ അവസാന ഭാഗത്ത് മാത്രം വരുന്ന ഒരു കഥാപാത്രത്തിൻ്റെ കൂടി ജീവിതവും അയാളുടെ ചരിത്രവും കൂടെ ചേരുന്നതാണ് ഈ മൊത്തം സിനിമയുടെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യ ഭാഗം ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ വിമോചന സമരത്തെ സംബന്ധിച്ച് തന്നെ നമുക്കറിയാം, നമ്മുടെ ചരിത്രം എന്താ പറയുന്നത്, മൂടി വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് വിമോചന സമരത്തിൻ്റെ കാലഘട്ടം. ഇപ്പം നമുക്ക് രേഖകളിപ്പോഴും ചരിത്രരേഖകൾ എഴുതപ്പെട്ട പുസ്തകങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും സമകാലികരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ പോലും അതായത് വിമോചന സമരം എങ്ങനെ ഉണ്ടായി, എന്തായിരുന്നു അതിൻ്റെ ഒരു ലക്ഷ്യം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു മൗനം ആണിപ്പോൾ. നമുക്കറിയാം. കാരണം വിമോചന സമരം എന്നുള്ളത് ശരിക്കും ഒരു ഫണ്ടഡ് പ്രോഗ്രാമായിരുന്നു. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ തന്നെ EMS ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് CIA-യുടെ ഒരു ഇടപെടൽ ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ അന്നത്തെ നമ്മുടെ സമൂഹം ചിരിച്ചെങ്കിലും ഏറ്റവും വർത്തമാനകാലത്ത് പോലും നമ്മുടെ മുതിർന്ന മാധ്യമപ്രവർത്തകർ പോലും അവരുടെ ചില ഡിബേറ്റുകളിൽ ഇതിനെ ഒരു തമാശയായിട്ട്, പഴയ ഒരു കമ്മ്യൂണിസ്റ്റ് തമാശയായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് അതിൻ്റെ പിന്നിൽ ഒരു യാഥാർത്ഥ്യം ഇപ്പം നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. അതിൻ്റെ തെളിവുകൾ നമ്മളുടെ കയ്യിലുണ്ട്. അതിനെ അധികരിച്ച് എഴുതിയ അല്ലെങ്കിൽ അതിൻ്റെ നേർസാക്ഷ്യമായിട്ടുള്ള പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വിമോചന സമരം എന്ന് പറയുന്ന നമ്മുടെ സഭയും അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് ജാതി മത സംഘടനകളും കമ്മ്യൂണിസ്റ്റ് മതസഭയ്ക്കെതിരെ തുടങ്ങി വെച്ച ഒരു സമരത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ടാണ് വിമോചന സമരം ഏറ്റവും അക്രമാസക്തമായ നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു അധ്യായമായിട്ട് മാറുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തി പ്രവർത്തിച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ആ ഒരു ശക്തിയെ ഈ പറഞ്ഞ പോലെ നമ്മൾ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രത്തിലേക്ക് നമ്മൾ അതിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെയാണ് നമ്മളിതിൻ്റെ ഈ കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ വിമോചന സമരം ഇതൊരു പാരലൽ ഹിസ്റ്ററിയാണ്. നമ്മളൊരു ചരിത്രം അങ്ങനെ തന്നെ പറയുകയല്ല. ആ ചരിത്രത്തിൽ പല ചരിത്രത്തിലെ കഥാപാത്രങ്ങളുണ്ട്. അതിനൊപ്പം അവരോട് ചേർന്ന് മറ്റ് കഥാപാത്രങ്ങൾ കൂടെ സഞ്ചരിക്കുന്ന തരത്തിലുള്ള ഒരു വൈഡ് ക്യാൻവാസിലുള്ള ഒരു കഥ പറയാനാണ് നമ്മൾ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ അത്തരത്തിലുള്ള പലതരത്തിലുള്ള വിമർശനങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. അതായത് അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ചരിത്രം അത് നേർസാക്ഷ്യമായി നമുക്ക് മുൻപിലുണ്ട് ചരിത്രം എന്ന് പറയുന്നത്. അതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടാലും ചരിത്രം എന്ന് പറയുന്നത് അതൊന്നേ ഉണ്ടാകും. അപ്പം ഇതിൽ തന്നെ അങ്ങ് പറയുന്നത് പോലെ
വിമോചന സമരത്തിന്റെ പിന്നാമ്പുറത്ത് എന്താണ് നടന്നത് എന്നുള്ള ചോദ്യം ഉയരുകയും ആ തലത്തിൽ ചരിത്ര ഗവേഷകർ അതിന് മറുപടി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ അതിൻ്റെ നേർസാക്ഷ്യത്തെ അടയാളപ്പെടുത്താൻ ഈ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ടോ? ഒരു കോണിൽ ഉയർന്ന വിമർശനം ഇതിൽ എന്താണ് എഴുത്തുകാരൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് വ്യക്തമല്ലേ എന്ന് ഉമ്മൻചാണ്ടിയുടെ കഥാപാത്രത്തെയൊക്കെ ആ പേരിലുള്ള കഥാപാത്രത്തെയൊക്കെ സിനിമയിലേക്ക് എത്തിക്കുമ്പോൾ ഒരു കാര്യത്തിൽ ഒരിടത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മറ്റൊന്ന് ആരെയും ഇണക്കാതെയും പോയി എന്നുള്ളതാണ്. ഒരു കഥാകൃത്ത് എന്നുള്ള രീതിയിൽ ഇതിനോട് നീതി പുലർത്താൻ, ചരിത്രത്തോട് നീതി പുലർത്താൻ സാധിച്ചു എന്ന് കരുതുന്നുണ്ടോ? കഥാകൃത്ത് എന്ന നിലയിൽ ചരിത്രത്തോട് നീതി പുലർത്തുക എന്നതിനപ്പുറത്ത് ഇപ്പം ഞാൻ ഇതിനകത്ത് ലക്ഷ്യം വയ്ക്കുന്നത് എൻ്റെ രാഷ്ട്രീയം വ്യക്തിപരമായിട്ട് എന്നെ അറിയാവുന്നവർക്കറിയാം എൻ്റെ രാഷ്ട്രീയം. പക്ഷേ എൻ്റെ സിനിമകളിലൂടെ ഞാനിപ്പോൾ ഇതിനകത്ത് പറയാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നത്, ഞങ്ങളുടെ ഇതിൻ്റെ ഈ സിനിമയുടെയൊക്കെ ഒരു മൂന്നാമത്തെ ഡ്രാഫ്റ്റാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സിനിമ എന്ന് പറയുന്നത്. ഇത് ആദ്യത്തെ 2 ഡ്രാഫ്റ്റുകളിലും ഇതിൻ്റെ രാഷ്ട്രീയം കുറെ കൂടി വ്യക്തമായ തരത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞു പോകുന്ന തരത്തിലാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചത്. ഞാനീ പറഞ്ഞ പോലെ തന്നെ ഒരു മുഖ്യധാരാ സിനിമ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ പുറത്താക്കാൻ കേരളത്തിലെ ജാതി മത സംഘടനകൾ പ്രവർത്തിച്ച രീതിയും അതിൻ്റെ പിന്നിൽ ആരായിരുന്നു അതിൻ്റെ പിന്നിൽ എന്നുള്ളതൊക്കെ ഇപ്പം നമുക്ക് നമ്മുടെ തെളിവുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു സിനിമ എടുക്കാൻ ഞാൻ ശ്രമിക്കുന്ന ഒരു എഴുത്തുകാരൻ അതിനെ ഒരു സിനിമയായിട്ട് മാറ്റുന്നൊരു ഘട്ടം എത്തുമ്പോൾ കാരണം നമ്മൾ ഇത്രയും മുതൽ മുടക്കുള്ള ഒരു സിനിമയാണ്, അതിനകത്ത് ഫണ്ട് ചെയ്യാൻ വരുന്ന ആൾക്കാർ, അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, അല്ലെങ്കിൽ ഇത് സംവിധാനം ചെയ്യുന്ന ആൾ പോലും ഒരുപക്ഷെ എൻ്റെ രാഷ്ട്രീയം ആവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കോംപ്രമൈസിനകത്തു കൂടിയാണ് ഈ സിനിമ ചെയ്തു പോകുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഒരു ബാലൻസിങ്ങിൻ്റെ ഒരു ശ്രമം, അത്തരത്തിലുള്ളൊരു കൂട്ടായ പ്രവർത്തനം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ അതുപോലും നമ്മളൊരു കുറച്ച് ഒരു എഴുത്തുകാരൻ്റെ ഒരു സ്വാതന്ത്ര്യമായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ പറയുന്ന ഇതിനകത്ത് ഉമ്മൻചാണ്ടിയുടെ കഥാപാത്രം, അന്ന് ഉമ്മൻചാണ്ടി വിമോചന സമര കാലത്ത് എവിടെയായിരുന്നു, ഈ നമ്മുടെ കഥ നടക്കുന്ന പരിസരത്ത് ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്കറിയാം ഉമ്മൻചാണ്ടിയൊക്കെ അന്ന് ഒരു പക്ഷെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ അന്ന് ഈ വിമോചന സമരത്തിന് ഏറ്റവും ഊർജ്ജം കൊടുത്ത വിദ്യാർത്ഥി സമരങ്ങളിൽ അതെ വിദ്യാർത്ഥി സമരങ്ങളിൽ അദ്ദേഹം പങ്കാളിയായിരുന്നു എന്നുള്ളതിന് നമുക്ക് തെളിവുകളുണ്ട്. അവർ ഈ കാണിയാറെന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം അദ്ദേഹം ധരിപ്പിച്ചോ, അവിടെ ഒരു സീനിൽ അദ്ദേഹം ഹീറോയോ മാറിയോ എന്നുള്ളത് അത് ചരിത്രം പറയുന്നതല്ല, അത് തീർച്ചയായും എഴുത്തുകാരൻ്റെയും സംവിധായകൻ്റെയും ഭാവനയിൽ വന്നതാണ്. അപ്പോൾ നമ്മൾ ചരിത്രം എന്ന് പറയുന്നത് ഏകപക്ഷീയമായിട്ട് പോകുന്നതല്ല. ഇതിനകത്ത് നമുക്കറിയാം ആരൊക്കെയാണ് വിമോചന സമരത്തിൻ്റെ ഒരു എന്താ പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു അതിനെ മാത്രം നിർവചിക്കുന്ന തരത്തിൽ അല്ല നമ്മൾ ഈ സിനിമയെ കണ്ടത് എന്നുള്ളതാണ് അതിനുള്ള മറുപടി. മറ്റൊന്ന്, ഈ KPSCയെ അവതരിപ്പിച്ചത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള നാടകവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമ്മളൊക്കെ പറയുമ്പോൾ പോലും അത് ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവരാണെങ്കിലും കേരളം കടന്നു വന്നിട്ടുള്ള കാലഘട്ടങ്ങളിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ, ഇതിലെ പാട്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് അത് മറ്റേ ഈ നമ്മളെന്താ പറയുക രോമാഞ്ചം ഉണ്ടാകുന്ന തരത്തിലേക്കൊക്കെ അടയാളപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന ഒന്നാണ്. അതിൽ ഒക്കെ ഏത് തരത്തിൽ ഇപ്പോൾ സിനിമയിൽ അത് അവതരിപ്പിച്ചിരിക്കുന്നത് നടിയെ കാണാൻ വേണ്ടി മാത്രം ആളുകൾ എത്തി നാടകം കാണാൻ എന്നുള്ളതാണ്. പക്ഷേ ഈ നാടകത്തിന് സ്വാഭാവികമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല. അതിനെ തള്ളിക്കളയുകയാണോ സിനിമ ചെയ്യുന്നത്? അല്ല, തീർച്ചയായിട്ടും നമ്മൾ ആ സിനിമ KPSCയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകത്തിൻ്റെ പരിസരത്ത് നടക്കുന്ന ഒരു വിഷയം മാത്രമാണ് ഈ നടിയെ കാണാൻ വേണ്ടി ആൾക്കാർ എത്തുക എന്നുള്ളത്. നമ്മൾ കാണുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് നാടകം തല്ലി ഓടിക്കാനായിട്ട് എത്തുന്ന ചട്ടമ്പി നാടകം കണ്ട് അയാളുടെ ജീവിതത്തിലേക്ക് പോവുകയും ഈ നാടകം അവസാനിക്കുന്നതോടുകൂടി അയാളൊരു കമ്മ്യൂണിസ്റ്റായിട്ട് മാറുകയാണ്. നമ്മുടെ സിനിമയിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ് എന്ന് അയാൾ പ്രഖ്യാപിക്കുന്നില്ലെങ്കിലും അയാളുടെ നിലപാടുകൾ അതിനുശേഷം അങ്ങോട്ട് ഒരു കമ്മ്യൂണിസ്റ്റായിട്ട് അയാളുടെ മനസ്സ് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ KPSC ഈ നമ്മളീ പറഞ്ഞ ഈ നടിയെ കാണാൻ ആൾ വരുന്നതൊക്കെ ശരിക്കും KPSC സുലോചനയുടെയൊക്കെ ജീവിതത്തിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പാലായിൽ തന്നെ ഇതേപോലെ ഒരു അബ്കാരി ഇതേ താല്പര്യത്തോടു കൂടി തന്നെ നാടകം ബുക്ക് ചെയ്യുകയും എന്നിട്ട് ഈ പറഞ്ഞ പോലെ അന്ന് മോശമായ അവരുടെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണത്തെക്കുറിച്ചൊക്കെ KPSC സുലോചനയൊക്കെ അവരുടെ ജീവിതകഥയിലൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളല്ല. കാരണം ഇന്ന് നമ്മളുടെ നായികമാരെ കാണാനായിട്ട്, സിനിമാ നായികമാരെ കാണാനായിട്ട് ആൾക്കാർ കാണിക്കുന്ന അതേ ആവേശം അതിനേക്കാൾ അധികമായിട്ട് നേരത്തെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഒരുപക്ഷെങ്കിൽ അതിനു മുൻപ് പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്
നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും KPSC എന്ന് പറയുന്ന ഒരു നാടക അങ്ങ് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ പല കാര്യങ്ങൾ സഭയും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലുള്ള പ്രശ്നം, വിമോചന സമരത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായത്, അതേസമയത്ത് കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്യുകയായിരുന്നു എന്ന പ്രശ്നം, അങ്ങനെ കുറെ കാര്യങ്ങൾ വലിയൊരു പ്ലോട്ടാണ് അങ്ങ് അവതരിപ്പിച്ചത്. അതൊരു 2 മണിക്കൂറിലോ 3 മണിക്കൂറിലോ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സിനിമയെ അവതരിപ്പിക്കുമ്പോൾ കുറെ വെല്ലുവിളികളുണ്ട്. അതും സിനിമ ഇറങ്ങുന്നത് എന്ന് പറയുന്നത് നമ്മൾ രാഷ്ട്രീയത്തെ പറ്റിയും തെരഞ്ഞെടുപ്പിനെ പറ്റിയും, ഈവൻ ഓരോ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വിമോചന സമരത്തിൽ തുടങ്ങുമല്ലോ, അല്ലെങ്കിൽ ആദ്യ മന്ത്രിസഭയിൽ നിന്ന് തുടങ്ങുമല്ലോ, ആ ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ ഈ വെല്ലുവിളികളൊക്കെ ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു വെല്ലുവിളിയെ ഏറ്റെടുത്ത് തന്നെയാണോ ഈ സമയത്തേക്ക് സിനിമ തീരുമാനിച്ചത്? അല്ല, തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പല സംഭാഷണങ്ങളിലും ഇപ്പോഴും പറയാറുണ്ട്, ഈ മാധ്യമങ്ങൾ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനെതിരെ വാർത്തകൾ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ ചർച്ചകളൊക്കെ ഭയങ്കര രൂക്ഷമായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പറയാറുണ്ട്, ഇത് 2ാം വിമോചന സമരമാണ് ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ആദ്യ വിമോചന സമരം എന്തായിരുന്നു എന്ന് ബഹുഭൂരിപക്ഷത്തിനും അറിയില്ല. ചരിത്രം പഠിച്ചവർക്കറിയാം, അല്ലെങ്കിൽ പഴയ ആൾക്കാർക്കറിയാം. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഈ വിമോചന സമരം എന്ന് പറയുന്ന ഒരു പരിപാടി, അതായത് ഇത്തരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ പുറത്താക്കാനായിട്ട് ആസൂത്രണം ചെയ്തൊരു പദ്ധതി ഇവിടെ നടന്നിരുന്നു എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ ജനം ചർച്ച ചെയ്യുന്നു എന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചതും. പിന്നെ സ്വാഭാവികമായിട്ടും ഇതൊരു എല്ലാം തികഞ്ഞൊരു കലാരൂപമായിട്ട് മാറണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ പലപ്പോഴും ചിലപ്പം തെറ്റുകളും കുറവുകളും ഒക്കെ അവിടെയൊക്കെ സംഭവിച്ചേക്കാം. പക്ഷേ അപ്പോൾ പോലും ഈ നമ്മുടെ നിരൂപകരെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും ഒരു നിരൂപകനെയും കുറ്റം പറയില്ല. അവർ പറയുന്നത്, കാരണം ഞാനും ആ പണി കുറച്ച് നാൾ ചെയ്തതുകൊണ്ട്, അപ്പോൾ അവർ പറയുന്നത്, അവർ റിവ്യൂ ചെയ്യാനിരിക്കുന്നത് ഒരു സമ്പൂർണ്ണമായ ഒരു സിനിമയെക്കുറിച്ചാണ്. അപ്പോൾ അതിനകത്ത് അവർക്ക് എവിടെയെങ്കിലും കല്ലുകടി തോന്നിക്കഴിഞ്ഞാൽ അവർ നിശ്ചിതമായ ഭാഷയിൽ, അവരുടേതായ ഭാഷയിൽ, ഇപ്പോൾ അതൊരു കണ്ടന്റ് മേക്കിംഗ് കൂടെ ആയതുകൊണ്ട് അവരത് നിശ്ചിതമായ ഭാഷയിൽ അതിനെക്കുറിച്ച് പറയും. പക്ഷേ അത് പറഞ്ഞോട്ടെ. പക്ഷേ അതിന് ശേഷവും തിയേറ്ററിലേക്ക് എത്തുന്ന ആൾക്കൂട്ടം ഇന്നലെയൊക്കെ എക്സ്ട്രാ ഷോസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ സിനിമ ജനം സ്വീകരിക്കുന്നു, അത് മനസ്സിലാക്കുന്നു എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഒരുപാട് നന്ദി. തീർച്ചയായും അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഉണ്ടാകുന്ന ചർച്ചകളൊക്കെയും അത് ചരിത്രത്തെ ചൊല്ലിയൊക്കെയുള്ള ചർച്ചകളാണ്. അത് കൂടുതൽ ചരിത്രം പഠിക്കാനും ചരിത്രത്തിലേക്ക് ഗവേഷണം നടത്താനൊക്കെ ആൾക്കാർക്ക് വഴിയൊരുക്കുകയും ചെയ്യട്ടെ, ഒപ്പം തന്നെ തിയേറ്ററിലേക്ക് ആളുകൾ എത്താൻ അത് കാരണമാവുകയും ചെയ്യട്ടെ എന്നുള്ളതാണ്. അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2ാം വിമോചന സമരത്തിലും ഞങ്ങൾ മടിക്കില്ല എന്ന് പറയുന്ന നേതാക്കളെയൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന മറുചേരിയിലുള്ള നേതാക്കളെയും കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് വിമോചന സമരം, എന്താണ് ആ സമയത്ത് ഉണ്ടായത് എന്നൊക്കെ വ്യക്തമാക്കുന്ന ഒരു ചിത്രം അത് തിയേറ്ററിൽ വലിയ വിജയം നേടട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഒരുപാട് നന്ദി.